വമ്പൻ ട്വിസ്റ്റ്. കോൺഗ്രസ് ഇല്ലാതെ വിജയിക്കാനാവില്ല. സത്യം തിരിച്ചറിഞ്ഞ എ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ ചേർന്നു. കെജ്രിവാളിന്റെ സ്വന്തം മണ്ണിൽ ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഈ അവസാന നിമിഷത്തിൽ കെജ്രിവാൾ സ്വപ്നം കണ്ടതുപോലുമില്ല. ജയിലിൽ നിന്നിറങ്ങി മുഖ്യമന്ത്രി കസേര വരെ ത്യജിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്നതിന്റെ ഉത്തമ തെളിവാണ് എ നേതാവിന്റെ കോൺഗ്രസിലേക്കുള്ള ചേരൽ. ഒക്ടോബർ 5-ന് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ സംസ്ഥാനം തയ്യാറെടുക്കുമ്പോൾ പ്രചാരണങ്ങൾ കൊഴുപ്പിക്കേണ്ട നേരത്താണ് ഇത്തരമൊരു ദുരവസ്ഥയിലേക്ക് എ എത്തുന്നത്. പണ്ടേ രാഹുൽ പറഞ്ഞതാണ് ഒരുമിച്ചു നിൽക്കാമെന്ന്. അപ്പോഴും അഹങ്കാരമൂത്ത് ഒറ്റയ്ക്ക് എന്ന അജണ്ടയിന്മേൽ നീങ്ങുകയായിരുന്നു ആ പാർട്ടിയും അതിന്റെ നേതാക്കളും. ഇത് തിരിച്ചറിഞ്ഞിട്ടും ഹരിയാനയിലെ കർഷകരും യുവാക്കളും സ്ത്രീകളും അടങ്ങുന്നവരെല്ലാം കോൺഗ്രസിനൊപ്പമാണ് എന്ന് മനസ്സിലാക്കിയുമാണ് എ സ്ഥാനാർത്ഥി കോൺഗ്രസിനോടൊപ്പം നിലയുറപ്പിച്ചത്. BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നീലോഖേരിയിലെ എ സ്ഥാനാർത്ഥി അമൽ സിംഗ് കോൺഗ്രസിൽ ചേർന്നത്. അത് മാത്രവുമല്ല, സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാണ് കോൺഗ്രസിൽ ചേർന്നത്. പഞ്ചാബ് പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വയാണ് അമർ സിംഗിനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത്. രാജ്യത്ത് കർഷകരോടും സ്ത്രീകളോടും ദളിതരോടും ന്യൂനപക്ഷങ്ങളോടും അനീതി പുലർത്തുന്ന BJPയെ തകർക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്നതായിരുന്നു പാർട്ടി പ്രവേശനത്തിന് പിന്നാലെ അമർ സിംഗിന്റെ പ്രതികരണം. ഹരിയാനയിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടമാണ് നടത്തുന്നതെന്ന് ബജ്വ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിച്ചാൽ വോട്ട് വിഭജിക്കുകയും BJPക്ക് അത് ഉപകാരപ്രദമാകുകയും ചെയ്യുമായിരുന്നുവെന്നും അതിനാൽ പാർട്ടി മാറ്റണമെന്നും അമർ സിംഗ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നേരത്തെ എ ഫരീദാബാദ് സ്ഥാനാർത്ഥി പ്രവേശ് മെഹ്ത BJPയിൽ ചേർന്നിരുന്നു. ഇതിന്റെ ആഘാതം എങ്ങനെ നേരിടുമെന്ന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയുടെ പാർട്ടി മാറ്റം. അതേസമയം ഹരിയാനയിൽ വോട്ട് തേടിയെത്തിയ BJP സ്ഥാനാർത്ഥികളെ ഓടിച്ചിട്ടും ചെരുപ്പൂരിയെറിഞ്ഞുമായിരുന്നു കർഷകർ നേരിട്ടത്. റാദിയ, ഹിസാർ മണ്ഡലങ്ങളിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥികളെയാണ് ജനങ്ങൾ ഓടിച്ചിട്ടത്. ലാംബയിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു ദുഗ്ഗലിനെതിരായ പ്രതിഷേധം. പ്രതിഷേധക്കാർക്ക് പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞതിന് ദുഗ്ഗലിന് മാപ്പും പറയേണ്ടി വന്നിരുന്നു. ഹിസാറിൽ BJP സ്ഥാനാർത്ഥി ഡോക്ടർ കമാൽ ഗുപ്തയ്ക്ക് നേരെ ചെരുപ്പൂരിയെറിഞ്ഞാണ് കർഷകർ പ്രതിഷേധം അറിയിച്ചത്. ബദ്വാലി ദാനി ഗ്രാമത്തിൽ നടന്ന പൊതുചടങ്ങിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു കമാൽ ഗുപ്തയ്ക്ക് നേരെ ചെരുപ്പേറുണ്ടായത്. ഈ സ്ഥിതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ അന്തിമ വിജയം കോൺഗ്രസിനെന്ന് ഉറപ്പിച്ചു പറയാം.